ബി.ജെ.പി അംഗത്വം സ്വീകരിച്ച സിനിമാ സംവിധായകനും നടനുമായ മേജർ രവിയെ ബി.ജെ.പി സംസ്ഥാന ഉപാധ്യക്ഷനായി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നാമനിർദ്ദേശം ചെയ്തു. കണ്ണൂരിൽ നിന്നുള്ള നേതാവ് സി രഘുനാഥിനെ ദേശീയ കൗൺസിലിലേക്കും നാമനിർദ്ദേശം ചെയ്തു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ സി രഘുനാഥും മേജർ രവിയും കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ വെച്ചാണ് ബി.ജെ.പിയിൽ ചേർന്നത്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ വെച്ചിരുന്നു. അലക്സ്, പെട്ടെന്നായിരുന്നു തീരുമാനം അല്ലേ? ഹസ്ബി, തീർച്ചയായും. അതായത് മേജർ രവി സംസ്ഥാന ഉപാധ്യക്ഷനാകുന്നു. നേരത്തെ ചലച്ചിത്ര താരം ദേവൻ, അതായത് ബി.ജെ.പിയിലേക്ക് ചേർന്ന ദേവന് സംസ്ഥാന ഉപാധ്യക്ഷ സ്ഥാനം നൽകിയിരുന്നു. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് മേജർ രവിയും അതുപോലെ കോൺഗ്രസ് നേതാവായ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മത്സരിച്ച കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ സി രഘുനാഥ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ചാണ് ബി.ജെ.പിയിൽ ചേർന്നത്. ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ.പി നദ്ദയാണ് ഇരുവർക്ക് പാർട്ടി അംഗത്വം നൽകിയത്. അതിനുശേഷം സംസ്ഥാന കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുകയായിരുന്നു. മേജർ രവിയെ സംസ്ഥാന ഉപാധ്യക്ഷനായി നിയമിച്ചുകൊണ്ട് അല്ലെങ്കിൽ നാമനിർദ്ദേശം ചെയ്തുകൊണ്ട് കെ സുരേന്ദ്രൻ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നു. കണ്ണൂരിൽ നിന്നുള്ള ഈ രഘുനാഥിനെ ദേശീയ കൗൺസിലിലേക്കും കെ സുരേന്ദ്രൻ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിൽ കൂടുതൽ ഭാരവാഹികൾ, അതായത് കൂടുതൽ ആളുകൾക്ക് സുപരിചിതരായിട്ടുള്ള അത് വിവിധ രംഗങ്ങളിൽ സുപ്രസിദ്ധി ആർജിച്ച ആളുകളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്നത്, അത് നേതൃപദവിയിലേക്ക് കൊണ്ടുവരുന്നതെന്നാണ് പാർട്ടി നൽകുന്ന വിശദീകരണം. ഓക്കെ, അലക്സാന മുഹമ്മദാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. മേജർ രവി സി രഘുനാഥ് നിരാശപ്പെട്ടില്ല. മേജർ രവി സംസ്ഥാന ഉപാധ്യക്ഷനാവുന്നു. സി രഘുനാഥിനും കിട്ടുന്നു ഒരു ബർത്ത് പാർട്ടിയിൽ.